എങ്ങനെയുണ്ട് ബ്രോ? പടം എങ്ങനെയുണ്ടായിരുന്നു? ബ്രോ കൊള്ളാം, നല്ല പടം. എങ്ങനെയുണ്ട് വിക്രമിന്റെ ഒരു മേക്കോറൊക്കെ? മേക്കോർ നല്ല മേക്കോറാണ്. ഒരു പ്രത്യേകതരം പടമാണ്. അത്യാവശ്യം കണ്ടിരിക്കാം, കുഴപ്പമില്ല. തങ്കലാൻ നല്ല സിനിമയാണ്. ചെയ്യാൻ വിക്രത്തിന്റെ അഭിനയം പൊളി അഭിനയമാണ്. ഇത് എല്ലാവരും കാണേണ്ട സിനിമ തന്നെയാണ്. തിയേറ്റർ മേക്കോറൊക്കെ ചെയ്യാൻ വിക്രത്തിന് നല്ല ഗെറ്റപ്പാണ്. എല്ലാവരും ഇത് തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട പടമാണ്. ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. അത് നന്നായിട്ടുണ്ട്. നല്ല മേക്കിംഗ്, നല്ല എന്താ പറയുക, ഒരു മിസ്റ്ററി ഫീല്, ത്രില്ലിംഗ് ആയിരുന്നു. മ്യൂസിക് കൊള്ളായിരുന്നു. വിക്രമിന്റെ മേക്കോറും അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. പാർവതി ഒരു രക്ഷയില്ല, നന്നായിട്ടുണ്ട്. കൊള്ളാം. അങ്ങനെ ഭയങ്കര ഓവറായിട്ടൊന്നും തോന്നിയില്ല. നല്ല ഒരു നാച്ചുറൽ ഫൈറ്റിംഗ് പോലെ തന്നെ തോന്നി. നന്നായിട്ടുണ്ട്. സ്റ്റോറി പൊളിയായിട്ടുണ്ട്. ആ മിസ്റ്ററിയും ത്രില്ലും സസ്പെൻസും എല്ലാം കൊണ്ടുവരണം. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ശരിക്കും പാർവതീനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പാർവതി ഭയങ്കര എന്താ പറയാ, പാർവതിയെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഭയങ്കര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പടം സൂപ്പറായിരുന്നു. പടം കൊള്ളാം. വിക്രത്തിന്റെ ഇത് മേക്ക് ഓവർ എല്ലാം സൂപ്പറാണ്. പാർവതിയും പൊളിയാണ്. പാരഞ്ചിന്റെ മേക്കിംഗ് സൂപ്പറായിരുന്നു. പഴയ രംഗങ്ങൾ അത് നന്നായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് പഴയകാലം എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു ചെറിയ ഹൊറർ ഫീലും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് പടത്തിൽ. മ്യൂസിക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. സിനിമയ്ക്ക് നല്ല ഇണങ്ങിയ രീതി മ്യൂസിക് ആയിട്ടുണ്ട്. ശരിയോ? നല്ല പടം. അടിപൊളിയായിട്ടുണ്ട്. പഴയ സ്റ്റോറിയാണ്, പഴയ കാലഘട്ടത്തിലുള്ള കഥയാണ്. അടിപൊളിയായിട്ടുണ്ട്. ഗോൾഡ് മൈനിങ്ങിനെ പറ്റിയാണ്. ഒരു KGF-ന്റെ ഒക്കെ വേറൊരു ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു ഫീൽ ചെയ്യും നമുക്ക്. നല്ല രസമുണ്ട് കാണാൻ. വിക്രത്തിന്റെ മേക്കോർ അടിപൊളിയാണ്. പാർവതി അടിപൊളിയാണ്. എല്ലാവരും അടിപൊളിയാണ്. പടം നല്ല പടം. നമ്മൾ സ്ക്രിപ്റ്റ് നല്ല ബലപ്പെട്ട സ്ക്രിപ്റ്റാണ്. പാരഞ്ജിത്തിന്റെ ഒട്ടുമിക്ക സിനിമകളും നമ്മൾ കാണാറുള്ളതാണ്. പാരഞ്ജിത്തിന്റെ പുള്ളി എന്തോ പറയാൻ ഉദ്ദേശിക്കുന്ന കൃത്യമായിട്ട് സിനിമയിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. അത് പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചിയാൻ വിക്രം, അദ്ദേഹത്തിൻ്റെ അഭിനയം അടിപൊളിയാണ്. അദ്ദേഹം നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ സിനിമയിൽ. ഇത് പടം വിജയിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ വിമർശിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. പിന്നെ പാർവതി നല്ല പെർഫോമറാണ്. അത് എല്ലാവർക്കും അറിയാം. കാരണം പാർവതി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പാർവതിക്ക് അവാർഡ് ഉറപ്പാണ്. നാഷണൽ അവാർഡ് അല്ലെങ്കിൽ സംസ്ഥാന അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ പാർവതി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലൊന്നും ഈ സിനിമയെ നമ്മൾ മോശമാക്കി കാണരുത്. അവരുടെ ആക്ടിങ് രീതി പഠിക്കേണ്ടത് തന്നെയാണ്. കാരണം ഓരോ ആക്ടറും പഠിക്കേണ്ട രീതിയാണ്. പാർവതി, വിക്രമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് പഠിക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട്. ഇവരെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുക. ഈ വരുന്ന തലമുറകൾക്ക് അതൊരു പ്രചോദനമായി മാറട്ടെ എന്ന് ഞാൻ പറയുകയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സൂപ്പർ പടം. നിങ്ങൾ ഫാമിലിയായിട്ട് ഒന്ന് കാണുക, വിജയിപ്പിക്കുക.